ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോഗൻവില്ലയെ കുറിച്ചൊന്നല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ പെറ്റൂണിയ പ്ലാന്റുകളെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റീസ് പെറ്റൂണിയ പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് കൊടുക്കേണ്ടതായ വളങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കട്ടിങ്സ് എങ്ങനെ നടാം എന്നുള്ളതും അതിനേത് പോട്ടി മിക്സ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നാടൻ പെറ്റൂണിയാണ് കേട്ടോ. ഇത് സിംഗിൾ പെറ്റലാണ്. ഇതൊരുവിധം ആളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളർ പെറ്റൂണിയാണ്. ഇത് നാടൻ പെറ്റൂണിയ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് പിന്നെ ചിലർക്കൊന്നും പിടിച്ച് കിട്ടാറില്ല. അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് വൈറ്റ് കളറ്, നിറയെ ഫ്ലവർ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇതിൽ ഫ്ലവർ കുറവാണ്. കാണാൻ വളരെ ഭംഗിയാണ് ഈ ഒരു പെറ്റൂണിയ പ്ലാന്റുകൾ. പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ പെറ്റൂണിയകൾ നമ്മൾ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇത്തരം പെറ്റൂണിയകൾക്കെല്ലാം തന്നെ വിത്തുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ പെറ്റൂണിയകളൊക്കെ വളർന്ന് പിന്നെ നശിച്ച് പോകുമ്പോഴേക്കും അതിൻ്റെ വിത്തുകളൊക്കെ ശേഖരിച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഇത് വേറൊരു റെഡ് കളർ പെറ്റൂണിയാണ് കേട്ടോ. ഇത് നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വളരെ ഭംഗിയുള്ളൊരു പെറ്റൂണിയ തന്നെയാണ്. അപ്പോൾ പെറ്റൂണിയകളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിലൊരിക്കൽ നമ്മൾ അതിനൊരു ഏതെങ്കിലും ഒരു ഫംഗസൈഡ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഫംഗസ് വരാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റാണ് പെറ്റൂണിയ പ്ലാന്റുകൾ. കാണാവുന്ന വളരെ ഭംഗിയുള്ള ഫ്ലവറുകളും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പെറ്റൂണിയ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും സാഫോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതെല്ലാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പിന്നെ പെറ്റൂണിയകളാണ് കേട്ടോ. സ്റ്റാർ പെറ്റൂണിയ, അതേപോലെ തന്നെ എല്ലാ കളറും ഉണ്ട് കേട്ടോ. നല്ല വലിയ പൂക്കളാണ് ഈ ഒരു ഹൈബ്രിഡ് ഇനം പെറ്റൂണിയകളിൽ ഉണ്ടാവാറുള്ളത്. നമുക്കിതിൻ്റെ കട്ടിങ്സുകളൊക്കെ വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഡബിൾ പെറ്റലാണ് കേട്ടോ. ഡബിൾ പെറ്റൽ നല്ല ഡാർക്ക് വയലറ്റ് പെറ്റൂണിയാണ്. ഇതെല്ലാം തന്നെ എൻ്റെ കയ്യിലുള്ള പെറ്റൂണിയാസാണ് കേട്ടോ. പെറ്റൂണിയകൾ പല വെറൈറ്റീസും നമുക്കൊന്ന് വാങ്ങിക്കാനായിട്ട് നഴ്സറികളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള പെറ്റൂണിയകൾക്കൊന്നും വിത്തുകൾ ഉണ്ടാവാറില്ല. ഇതിനെല്ലാം തന്നെ നമ്മൾ പിന്നെ കട്ടിങ്സ് വെച്ചാണ് കേട്ടോ തൈകൾ പിടിപ്പിച്ചെടുക്കാറുള്ളത്. കാണാൻ വളരെ ഭംഗിയുള്ള പെറ്റൂണിയകൾ തന്നെയാണ് ഇതെല്ലാം തന്നെ. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം കൂടെ കേട്ടോ എൻ്റെ കയ്യിൽ. പക്ഷേ ഈ നാടൻ വെറൈറ്റി നമ്മൾ പിന്നെ വളർത്തിയെടുത്താൽ അത് നമുക്ക് പെട്ടെന്നൊന്നും നശിച്ച് പോവാറില്ല കേട്ടോ. ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ മിക്ക ആളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അപ്പോൾ പെറ്റൂണിയകളുടെ ഒരു വിഭാഗം തന്നെ നമുക്ക് കാണാം കേട്ടോ. ഇതെല്ലാം തന്നെ പല കളർ വെറൈറ്റീസ് പെറ്റൂണിയകളാണ്. വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പെറ്റൂണിയയുടെ തൈകൾ നമ്മൾ ചെറിയ ഒരു കട്ടിങ്സ് മതി നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വിത്തുകൾ മുളപ്പിക്കുമ്പോൾ പിന്നെ മണൽ മാത്രം എടുക്കുക കേട്ടോ. മണലും ചകിരിച്ചോറും മാത്രം ഉള്ളൊരു പോട്ടി മിക്സിൽ വേണം നമ്മൾ ഇതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട്. അതേപോലെ തന്നെ ഇതായി കാണുന്ന ചെറിയ കട്ടിങ്സുകൾ മതിട്ടാ നമുക്ക് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതേപോലെ മണൽ മാത്രം വെച്ചിട്ട് പിന്നെ കൊക്കോപ്പീറ്റ് മാത്രം വെച്ച പോട്ടി മിക്സാണ് ഇതേപോലെ ഓരോ ക്ലാസ്സിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇത്രയും പോകുന്ന കട്ടിങ്സുകളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കട്ടിങ്സുകൾ നമ്മൾ അലോവേരയുടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വേഗം വേര് വരാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് പെറ്റൂണിയെ നമ്മൾ എപ്പോൾ വെക്കുകയാണെങ്കിലും അതേപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ദിവസം ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ പെറ്റൂണിയ. കാണാൻ വളരെ മനോഹരമുള്ള പൂക്കളും നമുക്കതിൽ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പിന്നെ വെയിലുള്ള ഭാഗത്തൊന്നും കുഞ്ഞു പ്ലാന്റുകൾ നമ്മൾ കട്ടിങ്സുകൾ എടുത്ത് വെക്കുമ്പോൾ വെച്ച് കൊടുക്കാൻ പാടില്ല. തണലിൽ വെച്ചിട്ട് തന്നെ ഇതിന് വേര് പിടിപ്പിച്ചെടുക്കണം. ഒട്ടും വെയിൽ കൊള്ളാത്ത ഭാഗത്ത് വേണം ഈ കട്ടിങ്സുകൾ വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഈ വയലറ്റ് പെറ്റൂണിയ
ഒരു 6 മാസം വരെയൊക്കെ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ കട്ടിങ്സുകൾ എടുത്ത് നമ്മൾ അതിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുത്ത് നശിച്ചു പോവാതെ നോക്കണം. അതാണ് വേണ്ടത്. പിന്നെ ആടൻ വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് അങ്ങനെ കട്ടിങ്സുകൾ വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചെടികൾ തന്നെ വിത്തുകളുണ്ടാവും. എല്ലാ ഫ്ലവറുകളിലും വിത്തുകൾ ഉണ്ടാവാറില്ല, ചിലതിലൊക്കെ വിത്തുകളുണ്ടാവും. അപ്പോൾ ആ വിത്തുകളും നമ്മൾ പാകിയിട്ട് മുളപ്പിച്ചെടുക്കണം. മണലിൽ പാകുന്നതെങ്കിലും അത് മണലിൻ്റെ മുകൾ ഭാഗത്ത് വിതറി കൊടുത്ത് ചെറിയ രീതിയിൽ ഇത്തിരിയും കൂടെ മണൽ അതിൻ്റെ മുകളിൽ ഒരു പാറി വീഴുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ കട്ടിയിൽ ഇട്ട് കൊടുത്താൽ അത് മുളച്ച് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ പെറ്റൂണിയ പ്ലാന്റുകൾക്ക് വളമായിട്ട് നമുക്ക് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണ് നല്ലത്. നാച്ചുറലായിട്ടുള്ള വളം. ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അതിൻ്റെ വേസ്റ്റൊന്നും കൂടാതെ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ മതി. വേറെ വളങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര നമ്മുടെ പെറ്റൂണിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.